ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ 1 kg തൂക്കം വരുന്ന ഒരു ടീ കേക്കിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് നല്ല സോഫ്റ്റും സ്പോഞ്ചി ആയിട്ടുള്ളൊരു കേക്കാണ്. ഈ ഒരു കേക്കിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ 2.25 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 270 ഗ്രാം മൈദ, അത്രയും തന്നെ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂൺ നാരങ്ങയുടെ നീരാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കൊരു 90 ml പാല് വേണം. പിന്നെ 90 ml പകുതി 45 ml ഓയിലും വേണം നമുക്ക്. പിന്നെ ഞാനിപ്പോൾ ഒരു 9 മുട്ട എടുത്തിട്ടുണ്ട്. നമ്മൾ ടീ കേക്കാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ 1 കിലോ വെയിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ 9 മുട്ട യൂസ് ചെയ്യണം. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ലെമൺ പീൽ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും വൈറ്റ് പാർട്ട് വരാതെ ഗ്രേറ്റ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ കയ്പുണ്ടാവും. ഇനി ഞാൻ ഈ മൈദയിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മൈദ മാറ്റിയിട്ടുണ്ട്. അതിന് പകരം 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നല്ല ടെക്സ്ചറിൽ കേക്ക് നമുക്ക് റെഡി ആയിട്ട് കിട്ടും. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ഒരു 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എന്നിവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ മിക്സ് നന്നായിട്ടൊന്ന് 2-3 വട്ടം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ 2-3 വട്ടം നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയുടെ വൈറ്റും യോക്കും സെപ്പറേറ്റ് തിരിക്കണം. വൈറ്റ് പാർട്ടിലേക്ക് ഒട്ടും യോക്കിൻ്റെ പാർട്ട് വരാനായിട്ട് പാടില്ല. അങ്ങനെയാണെങ്കിൽ മുട്ട നന്നായിട്ട് ബീറ്റായിട്ട് വരില്ല. പിന്നെ മുട്ട പതപ്പിക്കുന്ന പാത്രത്തിൽ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം എണ്ണയുടെ അംശം ഒന്നും പാടില്ല. നമുക്കിതിലേക്ക് ആ നാരങ്ങയുടെ തൊലി ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. പിന്നെ നാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടി കുറേശ്ശെ ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര ഇടുമ്പോൾ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്താൽ മതി, ഒരുമിച്ച് ഇടരുത്. ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞാൽ ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, മെൽറ്റായിട്ട് വരില്ല പഞ്ചസാര. അതുകൊണ്ട് തന്നെ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ഈ ഒരു ടീ കേക്കിലേക്ക് നാരങ്ങയുടെ നീരും അതുപോലെ നാരങ്ങയുടെ തൊലിയാണ് ഗ്രേറ്റ് ചെയ്തിടുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സ്മെല്ലായിരിക്കുള്ളൂ, എഗ്ഗിൻ്റെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ടീ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ നാരങ്ങയുടെ നീരും തൊലിയൊക്കെ ഗ്രേറ്റ് ചെയ്തിടാനായിട്ട് ശ്രദ്ധിക്കുക. നാരങ്ങയുടെ തൊലി അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തിട്ടാലും മതി. ഇനി നമുക്ക് ഈ ഒരു സ്റ്റേജിൽ എസൻസുകൾ ചേർത്ത് കൊടുക്കാം. മിൽക്ക് എസൻസ് ഒരു 1/4 ടീസ്പൂൺ, ബട്ടർ എസൻസ് ഒരു 1/4 ടീസ്പൂൺ, അതുപോലെ വാനില എസൻസ് ഒരു 2 ടീസ്പൂൺ എന്നിവ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ എസൻസുകളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കേണ്ട, വാനിലയുടെ എസൻസ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ അത്യാവശ്യം ഹോം മെയ്ഡ് കേക്ക്സ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ആളാണെങ്കിൽ ഈ ഒരു ബട്ടർ എസൻസ് മിൽക്ക് എസൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് ആ ബേക്കറി സ്റ്റൈലിൽ തന്നെയുള്ള കേക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തിട്ട് നല്ല സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 7 മിനിറ്റോളം ഇത് നല്ല ഹൈ സ്പീഡിലിട്ടിട്ട് ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ എഗ് വൈറ്റ് നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്, ഈ രീതിയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എഗ് യോക്ക് ഒരേന്നായിട്ട് ചേർത്തിട്ട് ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എഗ് യോക്ക് ചേർത്തതിന് ശേഷം ഒരുപാട് ബീറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സായി കൊടുക്കുന്നവരെ ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ എഗ് യോക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഓയിൽ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. ഓയിൽ ചേർത്തിട്ടും അധികം നേരം ബീറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സാക്കി കിട്ടുന്നവരെ ബീറ്റ് ചെയ്താൽ മതി. ലോ സ്പീഡിൽ ഇട്ടിട്ട് വേണം ഇത് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഈ എഗ് വൈറ്റ് പതപ്പിച്ചപ്പോൾ എസൻസുകൾ ചേർക്കുന്നവരെ ഞാനൊരു ലോ സ്പീഡിലിട്ടിട്ടാണ് ബീറ്റ് ചെയ്തത്. അതിനുശേഷം ഹൈ സ്പീഡിലാക്കി ഇപ്പോൾ വീണ്ടും എഗ് യോക്കും ഓയിലൊക്കെ ചേർത്തപ്പോൾ ലോ സ്പീഡിലിട്ടിട്ടാണ് ബീറ്റ് ചെയ്തെടുത്തത്. ഇപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ കൂട്ടിയിൽ നിന്ന് 1 കപ്പോളം ഞാൻ എടുത്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് ഞാൻ പിന്നെ പറയാം കേട്ടോ. ബാക്കി മിക്സിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഈ ഒരു സ്റ്റേജിൽ ഈ ഒരു കേക്കിൻ്റെ ഫ്ലേവറും ടേസ്റ്റൊക്കെ കൂടാനായിട്ട് ഞാനൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പട്ട, ഗ്രാമ്പു, ഏലക്കായ, കുറച്ച് പഞ്ചസാരയും കൂടി കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ പൊടിച്ചെടുത്തതാണ്. അതൊരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ പ്ലെയിൻ ടീ കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ടീ കേക്ക് തന്നെയായിട്ട് കഴിക്കുമ്പോൾ എഗ്ഗിൻ്റെ സ്മെൽ ഒട്ടും തന്നെ കിട്ടാതിരിക്കാനായിട്ടാണ് നമ്മൾ ഈ ഒരു മിക്സ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ചേർക്കുമ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പാലും കൂടി കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന എഗ്ഗിൻ്റെ മിക്സ് ഉണ്ടല്ലോ, 1 കപ്പ് മിക്സ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായില്ലേ, അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ 1 kg സ്പോഞ്ച് കേക്കാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടുതലുണ്ടാവും. അപ്പോൾ കുറേ നേരം നമ്മളിങ്ങനെ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കേണ്ടി വരും. അതുപോലെ കുറേ നേരം ഫോൾഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പതപ്പിച്ച എഗ്ഗിൻ്റെ മിക്സ് ഒന്ന് പതയൊക്കെ താഴ്ന്ന് കട്ടിയാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റായിട്ട് നമ്മൾ ഈ എഗ്ഗിൻ്റെ മിക്സും കൂടി ചേർത്ത് കൊടുക്കുന്നത്.
കേക്ക് ഫോൾഡ് ചെയ്തെടുക്കാൻ ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു റബ്ബർ സ്പാറ്റിലാണ് യൂസ് ചെയ്യുന്നത്. ഏറ്റവും ബെറ്റർ നമുക്ക് റബ്ബർ സ്പാറ്റിൽ തന്നെയാണ്. ഇതുപോലത്തെ ഒരു ബലൂൺ വിസ്ക് ആണെങ്കിൽ ഒരുപാട് നേരം ഇങ്ങനെ കറക്കി കഴിയുമ്പോൾ എയർ ബബിൾസ് ഒക്കെ പൊട്ടിപ്പോയിട്ട് കേക്ക് ഹാർഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതുപോലത്തെ റബ്ബർ സ്പാറ്റിൽ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ നിങ്ങൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ അധികം എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു കപ്പ് എടുത്തിട്ട് മാറ്റി വെച്ചിട്ട് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ താഴ്ന്നു പോകുന്നുള്ള ഒരു പ്രശ്നം നമുക്ക് അതുപോലെ സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ഞാൻ 12x9 ഇഞ്ചിൻ്റെ റെക്റ്റാങ്കുലർ ടൈപ്പിലുള്ള ഒരു ബേക്കിംഗ് ടിന്നാണ് എടുത്തിരിക്കുന്നത്. റെക്റ്റാങ്കുലർ അല്ലെങ്കിൽ സ്ക്വയർ ആയിട്ടുള്ള ടൈപ്പ് ബേക്കിംഗ് ടിന്നായിരിക്കും നമുക്ക് ഈ ഒരു ടീ കേക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഏറ്റവും ബെറ്റർ. അപ്പോൾ മുറിച്ചെടുക്കാനായിട്ട് നമുക്ക് എളുപ്പമുണ്ടാവും. ഇപ്പോൾ ബേക്കിംഗ് ടിന്നിലേക്ക് ഫുള്ളായിട്ട് കേക്ക് മിക്സ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് 2-3 വട്ടം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിൻ്റെ മീതേക്ക് കുറച്ച് കാഷ്യൂനട്ട് ഒന്ന് വിതറിയിട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ടൂട്ടി ഫ്രൂട്ടിയോ അല്ലെങ്കിൽ ചോക്കോ ചിപ്സോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് എൻ്റെ ഇതിലിപ്പോൾ OTG ഓവനാണ്. OTG ഓവനിലാണെങ്കിൽ 125 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യണം. അതിനുശേഷം ഇത് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ട് ഒരു 30 to 40 മിനിറ്റിനുള്ളത് കറക്റ്റ് ബേക്കായിട്ട് കിട്ടും. ഇപ്പോൾ ഒരു 30 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഓപ്പൺ ആക്കി നോക്കണം വെന്തോന്ന് അറിയാനായിട്ട്. ഇപ്പോൾ ഇതൊരു സ്ക്വയർ കേക്ക് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരു 35 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ കേക്ക് നന്നായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. അരികത്ത് നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വരുന്ന ഒരു പരുവുണ്ടല്ലോ, ആ ഒരു പരുവത്തിലാണ് കറക്റ്റ് ബേക്കായിട്ട് കിട്ടുന്നത്. കേക്കിൻ്റെ ചൂടാറിയതിന് ശേഷം നമുക്കിത് പീസസ് ആയിട്ട് മുറിച്ചെടുക്കാം. ഇത് മുറിച്ചെടുക്കുന്നതിൻ്റെ അളവൊക്കെ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യപ്രകാരം എത്രത്തോളം അളവിൽ വേണമെന്ന് വെച്ചാൽ ആ രീതിയിൽ മുറിച്ചെടുക്കാം. പിന്നെ നമ്മളിപ്പോൾ ടീ കേക്കാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ മുകളിൽ ഒട്ടും കരിഞ്ഞു പോവാതെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടണം. അപ്പോൾ അതിനുള്ളൊരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ നമ്മൾ 30 മിനിറ്റ് ബേക്ക് ചെയ്യുന്ന കേക്കാണെന്നുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ മുകൾ ഭാഗം ഒന്ന് ബ്രൗൺ കളറായിട്ട് വന്നു തുടങ്ങും. ആ സമയത്ത് നമുക്ക് ഒരു ബട്ടർ പേപ്പർ അതിൻ്റെ മീതേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ മുകൾ ഭാഗം അധികം കരിഞ്ഞു പോവാതെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പോൾ ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ട് 20 മിനിറ്റ് ഓപ്പൺ ആക്കി നോക്കാനായിട്ട് പാടില്ല. അതിനുശേഷം മുകളിലൊരു ലൈറ്റ് ബ്രൗൺ കളറിൽ കേക്ക് ഇങ്ങനെ ബേക്കായിട്ട് വരുമല്ലോ, അപ്പോൾ മാത്രം ഓപ്പൺ ആക്കിയിട്ട് ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഈ ഒരു ടീ കേക്ക് കസ്റ്റമറുടെ ആവശ്യപ്രകാരം ഒരു 21 പീസായിട്ടാണ് മുറിച്ചെടുക്കുന്നത്. 1 കിലോ കേക്കിൽ നിന്ന് 21 പീസായിട്ടാണ് മുറിച്ചെടുക്കുന്നത്. അത്യാവശ്യം വലിയ പീസാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ മുറിച്ചെടുക്കുകയാണെങ്കിൽ കസ്റ്റമറോട് ചോദിച്ചിട്ട് അവരുടെ ആവശ്യപ്രകാരം എത്ര പീസാണെന്ന് വെച്ചാൽ അത്ര രീതിയിൽ മുറിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ടീ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കേക്ക് കഴിച്ചാൽ നമുക്ക് ഒട്ടും തന്നെ മട്ടിപ്പ് ഉണ്ടാവില്ല. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന പോലെ അത്ര മട്ടിപ്പൊന്നും ഉണ്ടാവില്ല. നല്ല ടേസ്റ്റിയാണ്. 2 കഷ്ണം വേണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കഴിക്കാം. നല്ല സ്പോഞ്ചിയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു സെയിം ബാറ്റർ വെച്ചിട്ട് നമുക്ക് വൈറ്റ് ഫോറസ്റ്റ് കേക്കൊക്കെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഈ ഒരു ടീ കേക്കിൻ്റെ ബേക്കിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ കൂടി ചോദിച്ചാൽ മതി, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള കേക്ക് റെസിപ്പീസും കുക്കിംഗ് റെസിപ്പീസൊക്കെ കിട്ടുന്നതിനായിട്ട് നിങ്ങളെൻ്റെ ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. താങ്ക്